ഇങ്ങനൊരു ഐഡിയ തോന്നിയപ്പോ നിന്റെ മനസ്സ് വെച്ചാ പോരെ? അത് അബുവിനോട് പറയാൻ പോയത് എന്തിനാ? ഇപ്പൊ പകുതി അവനും കൊടുക്കണ്ടേ? കൊടുക്കണം. എടാ ബുദ്ധി വേണം, ബുദ്ധി. എനിക്ക് ഇത്ര ബുദ്ധിയേ ഉള്ളന്നേ. ഇതിന്റെ ഒരു പങ്ക് കിട്ടണമെന്ന് വലിയ ആർത്തിയൊന്നും അബുവിനില്ല. എങ്കിലും അവൻ പിന്മാറിക്കോട്ടെ, നമുക്ക് ഇൻഫോം ചെയ്യാം. നിനക്കൊറ്റയ്ക്ക് പോവാൻ പേടിയാണ്, ഞാനിവിടെ വരാം. കിട്ടണം നമുക്ക് ഒന്നിച്ചു പങ്കുവെച്ചുകൂടെ? ഇങ്ങനെയുണ്ടോ ഒരു അത്യാഗ്രഹം? ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അബു ഉണ്ടാവും കൂടെ. ഇവൻ ഇത് ആർക്കും ഉപകാരമില്ലാതാക്കും. ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയും തന്നെയാണ് എനിക്കും. കുഴപ്പമുണ്ടാവണ കാര്യമാണെങ്കിൽ നമുക്ക് വേണ്ട ആ കാശ്. ഇനി എന്താ ആലോചിക്കാനാ? ആലോചിച്ചിരുന്നോ? മിടുക്കന്മാര് ചരക്ക് കൊണ്ടുപോകും. ഇതാണേ പണ്ടുള്ളവര് പറയണത്, എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കണം. ഞാൻ വടി ബാലേട്ടന്റെ തരാം, ബാലേട്ടൻ അങ്ങോട്ട് എറി. അബു വന്നല്ലോ. എന്റെ അബു, ഇവന്റെ കാര്യം വിട്. ഇവൻ അത്രയ്ക്കുള്ള വൈഫവേ ഉള്ളൂ. നീ ഇതുമാതിരി ആയിപ്പോയല്ലോ. ഇതുപോലൊരു ചാൻസ് ജന്മത്ത് കിട്ടുമോ? സംഗതിയൊക്കെ ശരിയാ, എന്നാലും ചെയ്യണതൊരു ചതിയാണെന്ന് ആലോചിക്കുമ്പോ. ചതിയോ? ഇതാപ്പോ നന്നായേ. നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുരങ്കം വയ്ക്കുന്ന കള്ളക്കടത്തുകാരെ പിടിക്കാൻ സഹായിക്കുന്ന എങ്ങനെയാ ചതിയാവുന്നേ? ഇതൊരു സാമൂഹ്യ സേവനം കൂടിയാണ്. കാശിന്റെ കാര്യം വിട്. രാഷ്ട്രബോധമുള്ള ചെറുപ്പക്കാരെന്ന നിലയിലെങ്കിലും നമ്മൾ ഇതിന് അനുവദിക്കാമോ? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തേ? എത്ര മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച് അതിനെക്കുറിച്ച് അവർ വല്ലതും സംസാരിച്ചോ? ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ, അല്ലേ? അത് ശരി. ബെനിഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഒരാളുടെ പേരിൽ വേണോ അതോ രണ്ടാളുടെയും പേരിൽ വേണോ? ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ മതി. ശിവശങ്കരന്റെ ഇനീഷ്യൽ? പി. അഡ്രസ്? സാർ, രഹസ്യമായിരിക്കുമല്ലോ. ഷുവർ ഷുവർ. ഫോട്ടോഗ്രാഫർ കം. കുറച്ചിങ്ങോട്ട്, ഇങ്ങോട്ട്. സാർ പ്ലീസ്. സാർ കൂടെ. അമ്മേ, അമ്മേ, പ്രേമേ, അമ്മേ. എന്താടാ? അമ്മേ, എന്താ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. പേടിപ്പിക്കും, ഞാൻ എല്ലാരും പേടിപ്പിക്കും. ഈ പൂക്കാട്ടുശ്ശേരി ശിവശങ്കരന്റെ ഒരു വിലയില്ലേ?
ലോട്ടറി വല്ലതും അടിച്ചേട്ടാ? ലോട്ടറി ആർക്ക് വേണം ലോട്ടറി? അമ്മ ഇനി പാലൊന്നും പുറത്ത് കൊടുക്കണ്ട, നമുക്ക് കുടിക്കാനുള്ള പാലേ ഇവിടെ ഉള്ളൂ. ഈ കാര്യം പറ. അമ്മ ഇത് നോക്കമ്മേ, 1 കോടിയുടെ സ്വർണം പിടിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 20 ലക്ഷമാ. 20 ലക്ഷം? എനിക്ക് 10 ലക്ഷം, അബുവിന് 10 ലക്ഷം. എന്ത് ഈശ്വരാ. ഈശ്വരാന്ന് വിളിക്കാതെ അമ്മേ, ശിവശങ്കരാന്ന് വിളിക്കേ. കല്യാണം കഴിക്കാൻ റെഡി ആയിക്കോ. അല്ല 1 മിനിറ്റ്. അപ്പേ അബു, എന്താ ശിവ? ഇടി നിന്റെ കെട്ടിയ ലക്ഷപ്രഭ ആവാൻ പോകുന്നു. അബു പിടിച്ചാ 1 കോടിയുടെ സ്വർണം പിടിച്ചു. എന്താണ് പിള്ളേർക്ക് നമ്മുടെ കാലം തെളിഞ്ഞു വയസ്സുമ്പോ. ശിവൻകുട്ടിയെ പടച്ച തമ്പുരാനെ, ഇത് മുയത്ത ഭ്രാന്തന്റെയാണ് കേട്ടോ. അമ്മേ, എടുത്തു വന്നിരിക്കുന്നു. എടുത്തിട്ട് തടി കൂടി വരും കേട്ടോ. മിനിക്കുട്ടിയെ കൊണ്ടുവന്നില്ലേ മോളെ? അവൾക്ക് ക്ലാസ് ഉണ്ടമ്മേ. ഇന്നാള് ബാലേട്ടൻ വന്നപ്പോ ഞാൻ വരാൻ പുറപ്പെട്ടതാ. സമ്മതിക്കണ്ടേ? എനിക്ക് സങ്കടം വന്നു. അത് പിന്നെ അമ്മയുടെ അടുത്ത് വരുമ്പോ 2-3 ദിവസം താമസിക്കാനുള്ള ഒരുക്കത്തിൽ വേണ്ടേ വരാൻ. നീ ഒന്ന് വിറ്റാൻ തന്നെ തിരിച്ചു പോകുമ്പോ ആൾക്കാരെന്ത് പറയും? ഏതായാലും ഇപ്പൊ നിന്റെ സങ്കടം തീർന്നല്ലോ. ശിവനെന്തി അമ്മേ? അവൻ കോഴിക്കോട് പോയിരിക്കുക. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ നീ? സംഗതി അത് തന്നെയാണല്ലേ? ആ, പത്രത്തിൽ വാർത്ത കണ്ടു. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്ത പാർട്ടി തന്നെയാണ് പിടിച്ചെന്നറിയില്ലല്ലോ. ഉടനെ പുറപ്പെടണമെന്ന് കരുതിയതാ. പക്ഷെ ഓടിക്കറി വരുമ്പോ ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? ഈശ്വരാധീനം കൊണ്ട് പുറത്താരും അറിഞ്ഞിട്ടില്ല. സമയത്തിന് ബാലേട്ടന് ഇവിടെ ഉണ്ടായത് ഭാഗ്യായി. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പോയി ഇൻഫർമേഷൻ കൊടുക്കാൻ ധൈര്യം ഉണ്ടാവോ? പാവം. കാശെന്ന് കിട്ടും. ചെക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാ പോയേക്കണേ. അബുണ്ട് കൂടെ. ബാലേട്ട, ശിവനൊരു പിടിപ്പില്ലാത്തവനാ. കാശ് കിട്ടിയ ബാലേട്ടൻ തന്നെ ഒരാഴ്ചയും കൂടി ലീവ് എടുത്ത് വിടുമെന്ന് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം. ആ, ലീവ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ വരുന്നവരെ ക്ഷമിക്കാൻ തോന്നിയില്ലല്ലോ അവന്. ഇത്രയും കാശ് കൊട്ടിക്ക് എങ്ങനെ കൊണ്ടുപോകും? പാമോളെ, ഈ പെട്ടിയിലൊക്കെ കൂടി കൊണ്ടില്ലെങ്കിലും ഇതുപോലെ വേറൊരു പെട്ടി കൂടെ വാങ്ങിക്കും. നീ 1 ലക്ഷം രൂപ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? യോ, ഞാൻ കണ്ടിട്ടില്ല. 25,000 രൂപ വരെ കണ്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? പിന്നെ എവിടെ? ഞാന് ഒരു ഈ സിനിമയിൽ 21 ബാബാ നമ്മളോ? അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എവിടെ നോക്കിയാണോ റാസ്കൽസ് പോകുന്നത്? എന്താ പ്രശ്നം? ഒരു പാക്കറ്റ് വിരിസൂടെ ഇട് ഭാസ്കര. എന്താടാ പേര് കഴിഞ്ഞ പെണ്ണുങ്ങളെമാര് മേലനങ്ങാനൊരു മടി? ആ, എത്രയായി? 9 രൂപ ചോദിച്ച. ചില്ലറ ഇല്ല. ചില്ലറ കാണത്തില്ല. നീ വല്ലതും പറഞ്ഞോ? ആ, ഗുഡ് മോർണിംഗ് സർ. ഏമാൻ എവിടുന്നാണാവോ? എന്നെ സാറിന് എനിക്ക് SI ഒന്ന് കാണണം. നീ ആരാടാ? ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ? സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവന്റെ ഒരു ചവിട്ട് എടുത്തു മാറാൻ വേണ്ടി.
ആരെ കൊന്നിട്ടാടാ വന്നത്? സാർ എന്നെയാണ് കൊല്ലാൻ വന്നത്. ആരെ? ആരാണെന്ന് അറിഞ്ഞൂടാ. ആരോ കാറ് കയറ്റി കൊല്ലാൻ വന്നു. കേരളത്ത് സാർ ഞാൻ സത്യമാണ് പറയുന്നത്. സത്യമൊക്കെ അകത്ത് ഏമാനോട് പറഞ്ഞാൽ മതി. കേരള ഇവിടെ വേടാ. ഏതാടാ ഇവൻ? നിനക്ക് എവിടുന്നാ കിട്ടിയത്? എന്റെ കൂട്ടുകാരനാ സാറേ. ഞങ്ങള് ട്രഷറി വന്നാ. എന്താ ട്രഷറിയില് മോട്ടിക്കാൻ വന്നാണോ? പിന്നെ ചെക്ക് മാറാൻ. ചെക്ക് മാറാൻ. അപ്പോ കൈ കാശോട്ടല്ലേ? ആരൊക്കെയാണെന്ന് കണ്ടാ തിരിച്ചറിയാൻ കഴിയും? കൂളിംഗ് ഗ്ലാസ് ഇട്ട കാറുകളായിരുന്നു. നമ്പറോ? വെപ്രാളത്തിനിടയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സാർ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഏതായാലും ഒരു കംപ്ലൈന്റ് എഴുതി തരും. ഒന്ന് അന്വേഷിക്കാം. എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കും. പോക്കറ്റില് വേറെ അകത്ത് കയറി പോടൂ. ഇല്ല, പോക്കറ്റിലൊന്നുമില്ല. ഇല്ല, നിക്കേ ഒരു സീറ്റ് വെച്ചിട്ട് പോകും. വേണ്ട, വിൽസ. ഞാൻ മേടിക്കില്ല. ചായ വിൽത്താ? വേണ്ട. നീ എന്തോ അവിടെ സുവാസത്തിന് പോയാന്നോ? ഈ കാശും വെച്ചോണ്ട് ഞാൻ ഇവിടെ കനലി ചവിട്ടിയിലാണ് നിൽക്കുന്നത്. അതിനാ നാറി വിടണ്ടേ? എന്റെ 213 രൂപ അയാൾ എടുത്തു. വാ, ബാങ്കിലേക്ക് പോവാ. എന്തോതിനാ? നമുക്ക് വേണ്ടി ബാങ്ക് അവിടെ തുറന്നു വെച്ചിരിക്കുക. ആ സമയത്രയും നോക്ക്. അത്രയായോ? നമുക്ക് വീട്ടിലോട്ട് പോവാം. അത് ബുദ്ധിയല്ല. പെട്ടി കാശാണെന്ന് ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിനൊക്കെ എന്താ ഒരു അടച്ചുറപ്പ്? അത് ശരിയാ. നമുക്ക് ഹോട്ടലിൽ റൂം എടുത്താലോ? എന്നിട്ട് നാളെ ബാങ്കിൽ 2 അക്കൗണ്ട് തുടങ്ങി ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോവാം, അല്ലേ? ആ, അതാ നല്ലത്. നിന്നെ ഹോട്ടലിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയി വിവരം പറയട്ടെ. അല്ലേ വീട്ടിലുള്ളൊരു വിഷമിക്കും. അതെ. സേവിച്ചാൽ വന്നോ? ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോയില്ല, ഓഫീസിലുണ്ട്. ചതിച്ചതാണ് ബാബ, കൊടും ചതി. ശത്രുവും മിത്രമൊന്നുമല്ല, ഒരേരപ്പാളി. ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പോവാ, ഡിപ്പാർട്ട്മെന്റില് നമുക്ക് ആളുകളുണ്ട്. ശിവശങ്കരൻ, പി ശിവശങ്കരൻ. ഇല്ല, അയാൾ മാത്രമേ ഉള്ളൂ. ചെക്ക് കൊടുത്തിരിക്കുന്നതും അയാളുടെ പേരിൽ മാത്രമാണ്. 1 മിനിറ്റ്. ഫ്രാൻസി, ബോംബെന്ന് ബാബയാണ്. എന്തായെന്ന് അന്വേഷിക്കുന്നു. ബാബ ഫ്രാൻസിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു. അതെ, പക്ഷെ ടൗൺ വിട്ട് പോയിട്ടില്ല. ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്ക് ആകരുത്, പ്ലീസ് ബാബ. താങ്ക് യു. താങ്ക് യു ബാബ. താങ്ക് യു. എല്ലാവരും നമ്മളെ തന്നെയാണ് വഴി പറയുന്നത്. ശരിയല്ലേ? നമ്മുടെ കഴിവുകേടാണ്. കൊച്ചിന്ന് സേഡ്ജി വിളിച്ചിരുന്നു. അവരൊക്കെ വറീഡാണ്. ഇവനെപ്പോലെ പലരും ഈ വഴി തുടർന്നാൽ എങ്ങനെ ബിസിനസ് നടത്തും? ഇവൻ എല്ലാവർക്കും ഒരു പാഠമാകും. തലയേർത്ത് ബോംബെക്ക് പാഴ്സൽ ചെയ്യാനാ ബാബ പറഞ്ഞിരിക്കുന്നത്. എന്റെ കുട്ടിക്ക് ഒരാപത്തും വരുത്തല്ലേ ഈശ്വര. അമ്മേ, ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഹോട്ടലിൽ മുറി എടുത്തു കൊടുത്തിട്ടാ അങ്ങോട്ട് പോന്നെ. വിവരക്കേട് കാണിക്കേണ്ട ഒരാവശ്യമില്ല. ബാങ്കിൽ ഒരു ചെറിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ചെക്ക് ബാങ്കിൽ കൊടുത്താൽ മതി. വിവരം ഇല്ലേ വിവരമുള്ളവർ ചോദിക്കണം. അങ്ങനെയാ അർദ്ധരാത്രി കൊട പിടിക്കുന്നതല്ലേ സ്വഭാവം. പറ്റിപ്പോയി. ഇനിയിപ്പോ പറയേണ്ട കാര്യം? ഇനിയെങ്കിലും നേർവഴി പറഞ്ഞു കൊടുക്ക്, വിവരക്കേട് കാണിക്കാതിരിക്കട്ടെ. ബാല, നീയും കൂടെ അബുവിന്റെ കൂടെ ഒന്ന് പോ. ഞാനും കൂടെ പോയാലോ രമേ? നാളെ ബാങ്ക് തുറക്കണം നേരത്തെ എത്തിയാ പോരെ. ഈ രാത്രി ഉറക്കടച്ച് തണുത്ത കാറ്റും കൊണ്ട് യാത്രയും ചെയ്ത് വല്ല അസുഖം വന്ന് കിടപ്പിലായാലേ ഞാനേ നോക്കാനുള്ളൂ. ഡോക്ടർ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ശരിയാ. ബാലായിട്ട് എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ പോകണ്ടല്ലോ. ഞാൻ പോട്ടെ. മോനെ, അവന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. അതെന്നോട് പറയണം.